അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയ സഹോദരങ്ങളെ, മുൻകാലത്തെ അപേക്ഷിച്ച് ഇപ്പോൾ ദീനീ പ്രബോധകർ കൂടുകയും അതുപോലെ തന്നെ ദീനീ വിധികൾ പുതിയ പുതിയ ഫത്വകളും മസലകളും പലരും അറിവുള്ളവരും അറിവില്ലാത്തവരും ഒക്കെ പ്രചരിപ്പിക്കുന്ന ഈ കാലത്ത് വളരെ നമ്മുടെ ഈമാൻ തെറിച്ചു പോകുന്നത് സൂക്ഷിക്കണം എന്നതുപോലെ തന്നെ അള്ളാഹു ബഹുമാനിച്ച മഹാരഥന്മാർ എന്ന് പറയുന്ന ആളുകൾ അത് ആരാണെന്ന് നമുക്ക് തിരിയണില്ലല്ലോ. കഴിഞ്ഞു പോയവരെ നമ്മൾ ആരെങ്കിലും മാതൃകയാക്കാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ മരിച്ചവരെ മാതൃകയാക്കിക്കോട്ടെ എന്ന്. എന്നാൽ ഇന്നുള്ള സുന്നി സംഘടനകളെ അതിൻ്റെ ആളുകൾ തന്നെ ചില രാഷ്ട്രീയത്തിൻ്റെ പേരിൽ രാഷ്ട്രീയത്തിൽ മുൻഗണന നൽകുന്ന മതത്തിൻ്റെ ആളുകൾ, അവർ സുന്നികളാണ്, മുസ്ലിമീങ്ങളാണ്, മുജാഹിദല്ല, ജമാഅത്തല്ല, അതോടുകൂടെ തന്നെ അവരുടെ പൈതൃകം ചോദ്യം ചെയ്യുകയും അവരുടെ ഈ സുന്നത്ത് ജമാഅത്തിൻ്റെ സ്പിരിറ്റ് അളക്കുകയും ചെയ്തുകൊണ്ട് വളരെ മോശമായിട്ട് ചിത്രീകരിക്കുകയും എന്നതുപോലെ തന്നെ ദീനീ വിഷയങ്ങളിൽ അറിവില്ലാതെ എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് ഇകഴ്ത്താൻ എന്ന മട്ടിൽ മറ്റുള്ള സഹോദര സംഘടനകളെ എന്ത് ചെയ്യുക, ചീത്ത പറയുകയും അതോടുകൂടെ തന്നെ സംഘടന തന്നെ അവരുടെ ഈ എത്രത്തോളം എന്ന് വെച്ചാൽ അവരുടെ ഈ ഒരു സംഘത്തിൻ്റെ പ്രസിഡന്റിനെ അടക്കം പ്രസിഡന്റിനെയും അതുപോലെ തന്നെ അതിൻ്റെ വലിയ വലിയ നേതാക്കളെയും ഒക്കെ വളരെ മോശമായിട്ട് ഈ ജനങ്ങളുടെ അടിയിൽ താറടിക്കുകയും ചെയ്യുമ്പോൾ ഒരു കാര്യം നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ഇവരൊക്കെ ഇവിടെ നേരം പുലർന്നത് മുതൽ വൈകുന്നേരം വരെ ദീനീ പ്രബോധനത്തിലും ദീനിൻ്റെ ദൈവത്തിലുമായിട്ടാണ് അവർ ജീവിക്കുന്നത്. ദർസ് നടത്തിയും അതുപോലെ തന്നെ ഈ സേവന രംഗത്ത് വളരെ നല്ല നല്ല കാര്യങ്ങൾ കാഴ്ചവെച്ച് അതിലേക്ക് ജനങ്ങളെ വഅദ് പറഞ്ഞാട് പ്രേരിപ്പിച്ച് നല്ലൊരു സമൂഹത്തെ ഇവിടെ പടുത്തുയർത്തിയപ്പം ആ ഒരു സംഘത്തിൻ്റെ മേലിൽ, ഒരു സംഘടനൻ്റെ മേലിൽ എല്ലാവരും അടിയുറച്ച് നിൽക്കുമ്പം, സുന്നത്ത് ജമാഅത്ത് ദൃഢമായി നിൽക്കുമ്പം അതിൻ്റെ ഇടയിൽ തന്നെ ചില ഞാഞ്ഞൂലുകൾ കയറിക്കൂടിക്കാണ്ട് വിഷം കുറച്ച് മതിയല്ലോ ചില രാഷ്ട്രീയക്കാർ കയറിക്കൂടിക്കാണ്ട്, മുമ്പേ ഉള്ളതാണ് രാഷ്ട്രീയം, ഇപ്പോഴും ഉണ്ട്. എല്ലാ രാഷ്ട്രീയക്കാരും ഇപ്പോൾ എല്ലാത്തിലുള്ള രാഷ്ട്രീയക്കാരൊക്കെ മുമ്പത്തതുപോലെ തന്നെയാണ്. ഇപ്പോൾ പുതിയൊരു രാഷ്ട്രീയമൊന്നും പൊട്ടി മുളച്ചിട്ടില്ല. അതുമാത്രമല്ല, ഈ നേതാക്കന്മാരൊക്കെ ഉള്ള അതേ രാഷ്ട്രീയത്തിൽ തന്നെ മറു നേതാക്കന്മാരും ഉള്ളത്. ഇപ്പോൾ രാഷ്ട്രീയത്തിൻ്റെ കാര്യത്തിൽ പക്ഷേ ഒരു വിഭാഗം രാഷ്ട്രീയത്തിന് 2ാം സ്ഥാനം കാണുന്നു, മതത്തിന് 1ാം സ്ഥാനം കാണുന്നു. മറു വിഭാഗം രാഷ്ട്രീയത്തിന് 1ാം സ്ഥാനം കാണുന്നു, മതത്തിന് 2ാം സ്ഥാനം കാണുന്നു. അപ്പോൾ ഇത് വികാരത്തെ വിജയിക്കണം എന്ന ഉദ്ദേശത്തോടു കൂടെ ഇത്തരം വേണ്ടാവേലകളൊക്കെ ഒഴിവാക്കിക്കൊണ്ട് ഇവരൊക്കെ എന്താണ്, എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ഇവിടെ നിന്നിട്ടില്ലെങ്കിൽ സമൂഹം ഇവിടെ നശിക്കാൻ പോവുകയാണ്. ഊരും ചൂരും ഇല്ലാതെ ഈ ചപ്പു ചവറുകളെ പോലെ അഴുക്കുചാലിൽ വിടുന്ന ചപ്പു ചവറുകളെ പോലെ ആയിട്ട് നമ്മൾ മാറിയിട്ടുണ്ട് എന്ന കാര്യം എല്ലാവരും മനസ്സിലാക്കി തൊള്ള അമർത്തി വെച്ച് കണ്ടെന്നാണ് നാവിന് സൂക്ഷിച്ച് അവൻ ചെയ്യുന്ന ഈ ഭാഗത്ത് മറ്റുള്ളവർക്ക് കൊടുക്കേണ്ട സാഹചര്യം വരരുത് എന്നാണ് എനിക്ക്